ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ആൻഡ് ആക്ച്വലി ഗൈഡൻസിൽ ഇന്ന് ഒരു കാര്യം കൂടി, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും പറയാം ഒരിക്കൽ കൂടി, കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ അല്ലേ? ഓക്കെ, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെയിലി നമ്മളൊരു 21 ദിവസത്തെ ഒരു ക്ലാസ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ക്ലാസ് എന്ന് പറയാനില്ല, ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതിൽ 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒരു പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലേക്ക്. ചില കാര്യങ്ങളെ നമ്മൾ ഡെയിലി ഒരു പ്രാക്ടീസ് ആയിട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങളുടെ ദിവസത്തിന് നിങ്ങളെ നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങളെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഫേസ് ചെയ്യാൻ, ഓരോ കാര്യങ്ങളെയും നമുക്ക് ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ശക്തി തരുന്നതായിട്ട്, നിങ്ങളുടെ ഒരു എനർജി ബിൽഡ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യാനുണ്ട്. ഓക്കെ, അതാദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു തരും എന്ന് മാത്രം. നിങ്ങൾ തനിച്ചെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അത് നമ്മളൊരു ഗ്രൂപ്പാക്കിയിട്ട് ഞാൻ അതിലേക്ക് മെസ്സേജസ് ഇടുമെന്ന് മാത്രം. അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഒരു രാത്രി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവും. രാത്രിയും സ്ഥിരമായിട്ട് ചെയ്യേണ്ട, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയൽ ഡെയിലി നൈറ്റ് നമ്മൾ ചെയ്യുന്ന, രാവിലെ ഉണ്ടാവും, രാവിലെ അഫർമേഷൻസ് കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് രാത്രി നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയലുണ്ടാവും. അത് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ഇടയിൽ ഓരോ ടാസ്ക് ഡെയിലി മാറി വരുന്ന കാര്യം, നമ്മൾ ഓരോ ടാസ്ക് ഞാൻ തരും. ആ ഓരോ ടാസ്കും നമ്മുടെ ലൈഫിൽ ലൈക്ക് നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ, നമ്മളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ, കരിയർ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ, ഹെൽത്ത് ബെറ്റർ ആക്കാൻ, നമ്മുടെ മൈൻഡ് ഒന്ന് പോസിറ്റീവ് ആക്കി കൊണ്ടുവരിക എന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ തരും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങും ലൈഫിനെ കുറിച്ച്. അതുപോലെ നമ്മൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈവനിങ് നമ്മൾ കുറച്ച് നേരം മാത്രമേ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി വെക്കുള്ളൂ, ബാക്കി സമയം ഗ്രൂപ്പ് ഉണ്ടാവില്ല. ബാക്കി എല്ലാം നിങ്ങൾ തനിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ഗ്രൂപ്പ് എന്ന രീതിക്ക് നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈവനിങ്ങിൽ വന്ന് കുറച്ച് നേരം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ, പേഴ്സണലി നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ അവിടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാം, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട്, മീൻസ് നമ്മളൊരു പരസ്പരം ഒരു സപ്പോർട്ടായിട്ട് കൊണ്ടുപോവുക എന്നൊക്കെയാണ്. സോ ഇതാണ് നമ്മൾ സെൽഫ് ലവ് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഏരിയാസിലേക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളത് ഒരു കാര്യം, നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ, നിങ്ങൾക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യെസ്, അതും നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുക. ആൻഡ് നിങ്ങളുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളെ കാണാൻ ഞാൻ സഹായിച്ചു തരും. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പലതും സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മൾ ബ്ലെസ്സിങ്സ് കാണാൻ നമ്മൾ മറന്നുപോകും. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് തിരിച്ച് നിങ്ങളെ കൈപിടിച്ച് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാമെന്ന് മാത്രം. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്തിട്ടുണ്ട് ഓൾറെഡി. 2 ബാച്ച് ഓൾറെഡി കഴിഞ്ഞതാണ്. ഇത് 3rd ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഇതെന്താണ് സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് അതത്ര സിമ്പിളായിട്ട് ഇവിടെ എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇടാം. പക്ഷേ നിങ്ങൾ പേഴ്സണലി ചോദിക്കുന്നവർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എന്തായാലും. നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാവും ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ശരിക്കും ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എത്ര ഞാൻ പറഞ്ഞാലും നിങ്ങൾ അവസാനം അത് ആക്ടിവിറ്റീസ് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പിടികിട്ടുള്ളൂ. സോ നിങ്ങൾക്കൊരു നഷ്ടമാവില്ല അതെന്ന് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു വലിയ എമൗണ്ടും അല്ല, ചെറിയൊരു എമൗണ്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടം വരില്ല. പണമായാലും ശരി, ആ ഒരു ടൈം ആയാലും ശരി, എനർജി ആയാലും ശരി, ഒരിക്കലും നിങ്ങൾക്കതൊരു വേസ്റ്റേജ് ആയി പോവില്ല. അതിൻ്റെ ഉറപ്പാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും അതിൻ്റെ ഗുണം കിട്ടാതിരിക്കില്ല. സോ എന്തായാലും നമുക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത്, ഇതിനെ ഞാൻ കട്ട് ചെയ്ത് വേറെ വീഡിയോ ആക്കി കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കാൻ നിൽക്കില്ല. ആൻഡ് നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് ആക്ച്വലി ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി പൈൽ വെച്ചേക്കാം, കാരണം ഇത് അല്ലെങ്കിൽ ബ്രോഡായി പോകും അല്ലേ. ഞാൻ 2 ഇത് വെച്ചിട്ടുണ്ട്. പെന്നാണ്, 2 പെന്നാണ്. ഒന്ന് ഗോൾഡൻ കളർ പെന്നാണ്. അതിൽ പേളുണ്ട്, ഇവിടെ ഗോൾഡൻ ആൻഡ് പേൾ. നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, കാണാനേ. ലൈറ്റ് അടിക്കുമ്പോൾ ചില സമയത്ത് ക്ലിയർ ഉണ്ടാവില്ല. ഇത്
മൾട്ടി കളർ റെയിൻബോ എന്ന് പറയാം. ആൻഡ് ഇവിടെ ഡയമണ്ട് പോലെ ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താ അട്രാക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത്. ഗോൾഡൻ കളർ ആയിരിക്കാം, ചിലപ്പോൾ പേൾ ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കളർ ആയിരിക്കാം, ഈ ഒരു ഡയമണ്ട് ആയിരിക്കാം. എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തിലേക്കാണ് നിങ്ങളുടെ അറ്റൻഷൻ കൂടുതൽ പോകുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ഒന്ന് തീരുമാനിച്ചോളൂ. പൈൽ 1, പൈൽ 2 നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ. ഓക്കെ, ലൈഫിൽ നിങ്ങളിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ഉള്ളത്, നിങ്ങളുടെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പൈൽ 1, Queen of Pentacles, 9 of Swords, King of Swords, Knight of Swords, the Wheel of Fortune. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പോസിറ്റീവ് വരും എന്ന് നോക്കാം കേട്ടോ, അങ്ങനെയും പറയാം ഞാൻ. ഓക്കെ, മുന്നോട്ട് നിങ്ങൾക്ക് Death and 8 of Swords, 6 of Cups ഇവിടെ ഉണ്ട്, 3 of Wands and the World. ഓക്കെ, ആക്ച്വലി ഡെത്ത് ഉണ്ട്, വേൾഡും ഉണ്ട് ഇവിടെ. സോ എവിടെയോ എനിക്ക് ചില എൻഡിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ്സ് എന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ക്വീൻ ഓഫ് പെഡിക്കൽസ് ആണ്. സോ നിങ്ങൾ ഒരു ഓൾറെഡി ജോലിയുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ജോലി കരിയറൊക്കെ ഉണ്ടാവും, നിങ്ങൾ അതിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ ഏണിംഗ് കപ്പാസിറ്റി, ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ജോലി കരിയർ എന്നൊക്കെ ഉള്ള ഒരു ശരിക്കും നമ്മുടെ ജാതകത്തിൽ രീതിയുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. നിങ്ങൾ അതിനുള്ള കേപ്പബിലിറ്റി നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ, 9 ഓഫ് സോർട്സ് ഉണ്ട്. നിങ്ങൾ ലേശം നിങ്ങൾ ടെൻഷനൊക്കെ അടിക്കുന്ന ആളായിരിക്കാം. ഓക്കെ, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റീസ് ഉള്ളത് ഐ തിങ്ക് നിങ്ങൾ തന്നെ തിരിച്ചറിയില്ല. ഓക്കെ, അതാണ് നമ്മളുടെയൊക്കെ പ്രശ്നം, അതാണ് നമ്മളുടെ ക്വാളിറ്റീസ് നമ്മൾ തന്നെ തിരിച്ചറിയില്ല. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. കിങ് ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ആരെങ്കിലും ആയിട്ട് ചിലപ്പോൾ വല്ല പ്രശ്നങ്ങൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് നിങ്ങളുടെ ലൈക്ക് ആരും ആവാം, ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ജോലി സ്ഥലത്ത് ആരെങ്കിലും കൺട്രോളിംഗ് ആയിട്ട് വല്ലതും ഉണ്ടാവാം. അതിൻ്റെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെസ് കാണുന്നത്. പക്ഷെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തിലും നിങ്ങൾക്ക് ഒരു പിടിച്ചു നിൽക്കാൻ കഴിയും, നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ്. എത്ര സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിലും അതിൻ്റെയും മേലെ നമ്മൾ പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും യെസ് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് എന്ന്. പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ വേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് ഓക്കെ ഞാൻ ശരിയാണ്, ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എവിടെയോ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആ ഒരു കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് എത്ര സ്ട്രെസ്സുള്ള സമയങ്ങളിലും ആരെങ്കിലും നമ്മുടെ മേലെ പ്രഷർ ഇടുമ്പോഴും കൺട്രോൾ ചെയ്യുമ്പോഴും അതിനൊക്കെ മേലെ നമുക്ക് കാര്യങ്ങൾ ആ ഒരു ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് കൊണ്ടുവരാം, നിങ്ങൾക്കത് കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പൊ സമയം മാറി വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് മാറി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ആൻഡ് ഡെത്ത് ആൻഡ് 8 ഓഫ് സോർഡ്സ് ആണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എവിടെയോ ഈ എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണ്. ഓക്കെ, നിങ്ങളൊരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷെ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. അത് ലേഡി ആയാലും ജെൻസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. ഓക്കെ, ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മേ ബി പക്ഷെ നിങ്ങളെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടാവാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഒന്നിങ്ങനെ തളച്ചിടുന്ന ടൈപ്പ് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ അവരെ ഇതുവരെ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നിരിക്കുക. എന്താ വെച്ചാൽ പാരന്റ് ആവാം. ഓക്കെ, സോറി, പാരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ആ രീതിക്ക് മീൻസ് ആരുടെയെങ്കിലും സപ്പോർട്ടില്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ എനിക്കിപ്പോൾ കാണുന്നത് അവിടെ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാനും 3 months യെസ്
അതിന് നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവാം. ഓക്കെ, നിങ്ങളെ സഹായിക്കാൻ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റി ഇതാണ്. ദാറ്റ് നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കാരണം നമ്മളിപ്പോൾ മെയിനായിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും അണ്ടർ കൺട്രോളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫൈനാൻസിൻ്റെ ഒക്കെ ആയിരിക്കും മെയിൻ ഇഷ്യൂസ് അല്ലേ. നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾക്കത് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതൊന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അത് ആ ഒരു അവനവനിലെ ഒരു വിശ്വാസം ഐ തിങ്ക് കൊണ്ടുവന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. ഇവിടെ നിങ്ങൾ എൻഡ് ചെയ്യാൻ തയ്യാറായിട്ടാണ് എനിക്ക് കാണുന്നത്. എൻഡ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം. ഓക്കെ, നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉള്ളത് നിങ്ങൾ തന്നെ കാണുന്നില്ല. നിങ്ങൾ അവനവന്റെ മൈൻഡ് ഐ തിങ്ക് ബ്ലോക്ക് ആക്കി പോവാണ്. ഓക്കെ, സോ ഇവിടെ മേ ബി നിങ്ങൾക്കൊരു സപ്പോർട്ട് വരും ആരുടെയെങ്കിലും എന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ പറയാം. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഫ്രണ്ട്ഷിപ്സ് ആരെങ്കിലും ഒക്കെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. നിങ്ങൾക്ക് മുന്നോട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ക്വാളിറ്റി എനിക്ക് ഇതാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഒരു കരിയർ അല്ലെങ്കിൽ ഒരു മണി ഏർണിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം, അവർ അണ്ടർ നിൽക്കണം എന്നുള്ള അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ അവനവനെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു നിങ്ങളുടേതായ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഞാൻ നിങ്ങളുടെ സമയം ഇതുവരെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റക്കായിരുന്നെങ്കിൽ ഐ തിങ്ക് ഈ ഒരു റിയലൈസേഷൻ വരുന്ന സമയമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടാവാം. എനിക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ ട്രസ്റ്റ് ഉണ്ട് യൂണിവേഴ്സിനെ. എനിവേ, ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് കൂടി എന്താ നോക്കാം. നിങ്ങൾക്ക് വേണ്ടി അഡ്വൈസ് എന്താ വരുന്നത്? അവയർനെസ് ട്രസ്റ്റ് വന്നു. ഓക്കെ, ബ്രേക്ക് ത്രൂ, വാവ്, പാസ്റ്റ് ലൈഫ്, ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ ഇടയ്ക്ക് എടുക്കുമ്പോഴൊക്കെ. ബിയോണ്ട് ഇല്യൂഷൻ, ലെറ്റിംഗ് ഗോ ആൻഡ് ലേസിനെസ്. ഓക്കെ, എക്സ്പീരിയൻസിങ്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് അവയർനെസിന്റെ കാര്യമാണ്. ഞാനിതാ പറഞ്ഞത്, നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ കഴിവിനെ, നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നില്ല. അത് തുടങ്ങുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അവനവന്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, ആൻഡ് ഇവിടെ ബ്രേക്ക് ത്രൂ ഉണ്ട്. നിങ്ങൾക്ക് ഒരു സഡൻ റിയലൈസേഷൻ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഐ തിങ്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഞാൻ ഈ ഇങ്ങനെ പെട്ട് നിൽക്കുന്നത്, ഈ സ്ട്രെസ് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ എൻ്റെ മൈൻഡിന്റെ തന്നെ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊരു പെട്ടെന്നൊരു റിയലൈസേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവും എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് പാസ്റ്റ് ലൈഫ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ഇത് പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കർമ്മ എന്നൊക്കെ പറയും നമ്മൾ. ഓക്കെ, അത് പോട്ടെ. ബിയോണ്ട് ഇല്യൂഷൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാണാൻ പഠിക്കുക. ദറ്റ് ഇപ്പോൾ ഒരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുള്ളത് അത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല. അവരൊരു കൺട്രോളാണ്, അവർ കൺട്രോൾ ചെയ്യാൻ ഒരു മെത്തേഡ് ആയിട്ട് ചിലപ്പോൾ പണം യൂസ് ചെയ്യുന്നുണ്ടാവാം. അവർ അതായത് നിങ്ങളെ ഡിപ്പെൻഡൻ്റ് ആക്കി വെക്കുന്നുണ്ടാവും. നിങ്ങൾ ജോലിക്ക് പോകാനൊക്കെ നിൽക്കുമ്പോൾ പോണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് എവിടെയോ നിങ്ങളെ ഒരു കൺട്രോളിങ് കൂടിയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഉള്ള കഴിവിനെ നിങ്ങൾ തന്നെ കുഴിച്ചു മൂടിയിടരുത്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് നിങ്ങളൊന്ന് പുറത്തു വരേണ്ട കാര്യമുണ്ട്. ഇവിടെ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ വന്ന് നിങ്ങളൊരു പുതിയ ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് ലെറ്റിംഗ് ഗോ, യെസ്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, എന്താ പറയാ, നിങ്ങളുടെ പേടികളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക എന്ന് പറയാം. ഓക്കെ, ആൻഡ് ലേസിനെസ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സന്റെ കൺട്രോളിൽ ഇരുന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ അല്പം ലേസി ആയി പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് കൂടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കാത്തത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കി, കഴിവ് മനസ്സിലാക്കി ചില കാര്യങ്ങൾ റിയലൈസേഷൻ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു പവറിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് അല്ലെങ്കിൽ കിങ് ഓഫ് പെന്റക്കിൾസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ ലൈക്ക് മണി ഏർണിംഗ് പൊട്ടൻഷ്യൽ, കരിയർ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അത് നിങ്ങളുടെ ഒരു കഴിവ് എന്ന് മാത്രമല്ല, നിങ്ങൾക്കത് എഴുതിയിട്ടുള്ളതാണ് നിങ്ങളുടെ ജാതകപ്രകാരം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, തലയിൽ വരച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് യോഗമുണ്ട് ഒരു ജോലി കിട്ടാനൊക്കെ. നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കാം. ഓക്കെ, എനിവേ, അപ്പോൾ ഫസ്റ്റ് പൈലിന് അതായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം.
ഓക്കെ, സെക്കൻഡ് പൈൽകാർക്ക് നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവ് ക്വാളിറ്റീസ്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് അത് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെസ്സേജസും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ അറിയാത്ത പോസിറ്റീവ്സ് എന്താണ് നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഫസ്റ്റ് പൈലും റെസനേറ്റ് ആവും. ഓക്കെ, ചില പോയിന്റ്സ് ഒക്കെ അവിടെയും നിങ്ങൾക്ക് റെസനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി കണ്ടു നോക്കിക്കോളൂ. അഗൈൻ വീൽ ഓഫ് ഫോർച്യൂൺ നേരത്തെ വന്നിരുന്നു. ഓക്കെ, ടവർ. ഓക്കെ, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് സോർഡ്സ്, അല്ല സോറി, നൈറ്റ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് കപ്സ്, സ്ട്രെങ്ത്, two of pentacles, page of pentacles. Okay, ten of swords, star. Okay, മെയിൻ കാര്യം ഇവിടെ നമ്മൾ പേജ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ ആദ്യം തന്നെ എനിക്ക് തോന്നിയത് പേജ് ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് യങ് ആൾക്കാരായിരിക്കാം ഇത് കാണുന്നവർ. നിങ്ങളൊരു യങ് എനർജി ആയിരിക്കാം. നിങ്ങൾ ഒരു കോളേജ് ലൈക്ക് ജസ്റ്റ് ഒരു ജോലി 20s അവരായിരിക്കാം കൂടുതൽ ഇത് കാണുന്നത്. 20-30 ഏർലി 30s എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കോളേജ് കഴിഞ്ഞ് ജോലി ഒക്കെ കയറുന്ന ആൾക്കാർ, ആ രീതിക്കുള്ളവരായിരിക്കാം ഇത് കൂടുതൽ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളുടെ ലൈഫിന്റെ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു സിക്സ് ഓഫ് കപ്സ് ഉണ്ട്. നോസ്റ്റാൾജിയുടെ കാര്യം പറയാം. നോസ്റ്റാൾജിയ, ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറയാം, നോസ്റ്റാൾജിയ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് ഇപ്പോഴും ആ ഒരു സ്കൂൾ കോളേജ് സമയത്ത് നിന്ന് വിട്ട് വരാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ തോന്നിയത് പറയാണ്, എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില ഒരു സിനാരിയോസ് ഞാനിങ്ങനെ പറയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. ഓക്കെ, ഐ തിങ്ക് മേ ബി നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോൾ യെസ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ അധികം സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാം ലൈക്ക് തുടക്കങ്ങളുണ്ട്. ഒരു ജോലി, ഒരു ആക്ഷൻ എടുക്കുന്ന തരത്തിലെല്ലാം തുടക്കങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. പക്ഷെ ഒരു ഫുൾ നിങ്ങൾ, കാരണം നിങ്ങളുടെ ഏജിൻ്റെ ആണ്, വേറൊന്നുമല്ല. ഓക്കെ, അത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏജിൻ്റെ ആണ്. നിങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നില്ല ഞാൻ. ഈവൻ ലൈക്ക് കുറച്ചുകൂടി പ്രായമുള്ളവരാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ ഒരു ഇതുവരെ നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടോ അങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ. പെട്ടെന്ന് പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഒരു ടവർ മൊമെന്റ് കാണുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെ ഓക്കെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ, മാറ്റം, ഒരു എന്തെങ്കിലും കാര്യങ്ങൾ തകർന്ന രീതിക്ക് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വന്നതായിരിക്കാം. എന്തെങ്കിലും ആക്ഷൻ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരിക്കാം, ജോലി അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴേക്കും തന്നെ നിങ്ങൾ ഐ തിങ്ക് ഒരു തടസ്സം നേരിട്ടുണ്ട്. ഓക്കെ, തടസ്സം നേരിട്ടു. നിങ്ങൾ വിചാരിച്ച പോലെ, പ്രതീക്ഷ പോലെ അത് മുന്നോട്ട് പോയിട്ടില്ല. അതിൽ ചില കാര്യങ്ങൾ തടസ്സം വന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി എന്ന് വരെ പറയാം. ഒരു വലിയ ചിലപ്പോൾ ലോസ്, നഷ്ടം അങ്ങനെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ ഓക്കെ, അതിനുശേഷം ഐ തിങ്ക് നിങ്ങൾ വല്ലാതെ കൺഫ്യൂസ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്നില്ല. എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പേടി, ഐ തിങ്ക് ഒരു പേടി പിടിച്ചു എന്ന് പറയില്ലേ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരു പേടി പിടിച്ചു. ദാറ്റ് ഓക്കെ, തുടങ്ങാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ വളരെ നമ്മൾ ആക്ച്വലി ഒരു എന്തൂസിയാസത്തോടെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി, വളരെ ഒരു എന്താ പറയുക ഉത്സാഹത്തോടെ നിങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ചെറിയ പ്രശ്നങ്ങൾ വന്നു, അവിടെ ചെറിയ ഇഷ്യൂസ് വന്നു. ചെറുത് വലുത് എന്തുമാവാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. അത് വന്ന ഉടനെ ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡ് വല്ലാതെ കൺഫ്യൂസ് ആയി. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം എനിക്ക് വീണ്ടും ആ ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് ടു ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നടന്ന സമയം അതൊക്കെ നിങ്ങളിപ്പോൾ മിസ് ചെയ്യാൻ തുടങ്ങിയോ? ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് ടെൻഷൻ, സ്ട്രെസ് ഒക്കെ വന്ന പോലെയുണ്ട്. ഓക്കെ, ആൻഡ് ടു ഓഫ് പെന്റക്കിൾസ് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ലൈഫിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ശ്രമത്തിലേക്ക് നിങ്ങൾ, എന്ന് വെച്ചാൽ നിങ്ങളുടെ സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിൽ മെച്യൂരിറ്റി വരാനുള്ള ഒരു സമയമായി എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ കരുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ, കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റിയോടെ കാണാൻ, ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ. ഓക്കെ, കാരണം നമ്മൾ ലൈഫ് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക.
അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഐ തിങ്ക് നിങ്ങൾ വല്ലാതെ ആങ്ഷ്യസ് ആയിട്ടുണ്ടാവും, ഓക്കെ, ടെൻഷൻ ആയിട്ടുണ്ടാവും. ഇതെങ്ങനെ ഞാൻ എല്ലാം കൂടി മാനേജ് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഓക്കെ, ഇനി നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. ഇത് നോക്കിക്കോളൂ, ഇത് രണ്ടും കാർഡ് നോക്കൂ. ഇത് രണ്ട് കാർഡും നോക്കൂ നിങ്ങൾ. ഇവിടെ ഇതും ഇൻഫിനിറ്റി സിമ്പിളാണ്, ഇവിടെയും ഇൻഫിനിറ്റി സിമ്പിളാണ്. എന്ന് വെച്ചാൽ ലൈഫ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും സാധിക്കും, എന്തും ലൈക്ക് നെവർ എൻഡിങ് സൈക്കിൾ ആണ് ഇത് എനിവേ. ഓക്കെ, അങ്ങനെയും പറയാം, ഇതൊരു നെവർ എൻഡിങ് സൈക്കിൾ ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ പ്രശ്നങ്ങൾ വരും, നമ്മൾ സ്ട്രെങ്ത് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വീണ്ടും പ്രശ്നങ്ങൾ വരും, വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. ഓക്കെ, നിങ്ങളിപ്പോൾ ഏജ് വൈസ് ആണ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ യങ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യെസ്, ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനെ ഓവർകം ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹാർഡ് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്ക്, ഓക്കെ, ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം, കോൺഫിഡൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു കാർഡിന് ഒരു നെഗറ്റീവ് നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഇവിടെ അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു മെച്യൂരിറ്റി വരികയാണ്. ഓക്കെ, പേജിൽ നിന്ന് നിങ്ങൾ നൈറ്റ് ആയിട്ട് മാറുകയാണ്, കുറച്ചുകൂടി ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ ഗ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഐ തിങ്ക് പോസിറ്റീവ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാണ് നിങ്ങൾ. ഓക്കെ, ഓൾറെഡി വന്നിട്ടുണ്ടാവും, ആ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വർക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി അത് നിങ്ങൾക്ക് കഴിയും. ആക്ച്വലി ഇത് നിങ്ങളുടെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നു, പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു. ഐ തിങ്ക് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ഓക്കെ, ആ ഒരു സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അവിടെ ആ മെച്യൂരിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറച്ചുകൂടി കൂട്ടാൻ, ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നോക്കാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന ടെസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇവിടെ പക്ഷെ പോസിറ്റീവ്നെസ് ഉണ്ട്. എനിക്ക് ഒന്ന് ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് പറയാം. അത് നിങ്ങളുടെ പോസിറ്റീവ് അല്ല, അത് യൂണിവേഴ്സിന്റെ പോസിറ്റീവാണ്. പക്ഷെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പോസിറ്റീവാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലേശം കൂടിയിട്ടുണ്ടാവും. സ്ട്രെങ്ത്, നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പോസിറ്റീവാണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ടെൻഷൻ എടുക്കേണ്ട. എന്തെങ്കിലുമൊക്കെ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അത് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വളരാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ മേ ബി നിങ്ങളുടെ ഏജിന്റെ ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ചുകൂടെ ഏജ് ഉള്ള ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ തടസ്സങ്ങൾ വന്നു എന്ന് പറയാം. ഞാൻ അങ്ങനെയും പറയാം. എനിക്ക് ചില പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അതിലായിരിക്കാം തടസ്സം വന്നത്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതും നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഒന്ന് റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾ എത്രത്തോളം അതിൽ എഫേർട്ട് ഇടും എന്നൊക്കെ നോക്കാനുള്ള ടെസ്റ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ ഈ ഹാർഡ് വർക്കാണ്. ഐ തിങ്ക് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. നിങ്ങളുടെ ഉള്ള ആ ഒരു സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കോൺഫിഡൻസ് കുറച്ച് കൂട്ടാൻ വേണ്ടി, നിങ്ങൾ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്ന ചില ലെസൺസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ ഉള്ള സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, ആൻഡ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം. എന്താണ് ഗൈഡൻസ് പറയുന്നത്? ഗൈഡൻസ് എന്താ പറയുന്ന? സോറി, ഞാൻ തിരിച്ചു പിടിച്ചതാണ്. ഓക്കെ, അഗെയിൻ അവയർനെസ് നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗിൽട്ട്, അണ്ടർസ്റ്റാൻഡിങ്, സോറി ഐ തിങ്ക് എവിടെയോ തെറ്റിയിട്ടുണ്ട്. ലെറ്റിംഗ് ഗോ അഗൈൻ. ഓക്കെ, കമ്പാരിസൺ, ഇതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, പേഷ്യൻസ്, കോൺഷ്യസ്നസ്, എക്സ്പീരിയൻസിങ്. അതാ പറഞ്ഞു. ഓക്കെ, ഇവിടെ അവയർനെസ്സിന്റെ കാര്യം ഫസ്റ്റ് പൈലും കൂടി ആയിരിക്കും, നിങ്ങൾ പോയി കണ്ടോളൂ, ചിലപ്പോൾ റെസനേറ്റ് ആവും. അവയർനെസ് എന്ന് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നത് ആദ്യം നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾ അവെയർ ആവുക. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങൾ ഫുള്ളി അവെയർ ആവുക. അവെയർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ഫീലിംഗ് വരാതെ അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഗിൽട്ട് ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിച്ചു,
ഇവിടെ 10 ഓഫ് സോൾസ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് എന്തോ തുടങ്ങി, നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ എന്തോ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിലപ്പോഴേക്കുമായിരിക്കും ഈ തകർച്ച വന്നതും ഈ ഒരു പ്രശ്നം വന്നതും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം ശരിയായില്ല, അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ ഡിസപ്പോയിന്റ് ചെയ്തോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഗിൽട്ട് ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം മറ്റുള്ളവരുടെ മുമ്പിൽ, മീൻസ് മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ പ്രതീക്ഷയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനത് ശരിയാക്കിയില്ല, അതുകൊണ്ട് ഒരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. ചിലപ്പോൾ ഞാൻ തെറ്റ് ചെയ്തോ എന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. അതിനെ റിലീസ് ചെയ്ത് വിടാം. ഓക്കെ, എനിക്കത് പറയാൻ തോന്നുന്നുണ്ട്. ലെറ്റിംഗ് ഗോ ഇവിടെ കണ്ടതുകൊണ്ട് നിങ്ങളത് റിലീസ് ചെയ്ത് വിടാം. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗിൽട്ട് ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്ത് വിടൂ. ഓക്കെ, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വരാനാണ് ഈ ഒരു സമയം. നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്താനാണ്. ഓക്കെ, നിങ്ങൾക്ക് കോൺഷ്യസ്നെസ് വരുത്താനാണ്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഈ എക്സ്പീരിയൻസിങ് ഉണ്ട്. നിങ്ങൾ ഓരോ സിറ്റുവേഷനും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അത് നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് സൈഡായിട്ട് നിങ്ങൾ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ എക്സ്പീരിയൻസ് കിട്ടുകയാണ് ലൈഫിന്റെ പല കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു വരികയാണ്. സോ അത് വളരെ നല്ലതാണ്. നമുക്ക് തിരിച്ചറിവുകൾ ആവശ്യമാണ് ഇവിടെ. ഓക്കെ, ആൻഡ് കമ്പാരിസൺ ചെയ്യാതിരിക്കാം. മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള കമ്പാരിസൺ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ബെസ്റ്റ് ആണ്. നിങ്ങൾ മാക്സിമം ശ്രമിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് മതി. ഓക്കെ, അങ്ങനെ മതി. മറ്റുള്ളവർ എന്ത് അവരെന്ത് കിട്ടി, അവർക്ക് എന്ത് കിട്ടി, അവർക്ക് എന്തായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻഡ് പേഷ്യൻസ്, ക്ഷമ വെക്കുക എന്ന് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷമ വരുത്താൻ വേണ്ടി കൂടിയായിരിക്കാം ചില സിറ്റുവേഷൻസ് വരുന്നത്. നിങ്ങൾ കുറച്ചുകൂടി പേഷ്യൻസോടെ കാര്യങ്ങൾ ചെയ്യണം. ആക്ച്വലി നൈറ്റ് ഓഫ് സോർട്സ് ഞാൻ ഐ തിങ്ക് നേരത്തെ അല്ലേ, അതിൽ എവിടെയായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നൈറ്റ് ഓഫ് സോർട്സ് പറയാറുള്ളത് നമ്മൾ എടുത്തു ചാടി ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. സോ എടുത്തു ചാടി ചെയ്യരുത് എന്നൊക്കെ ചില ലെസൺ കൂടിയാണ്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിന്റെ കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് ഐ തിങ്ക് പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഹാർഡ് വർക്കിംഗ് ആണ്, സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ. ആ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. നമ്മളെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി മതി നമുക്ക്. ആ ഒരു പോസിറ്റീവ് ക്വാളിറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി നമ്മുടെ ലൈഫിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഞാൻ ചെയ്തില്ല, എനിക്ക് സക്സസ് ആയില്ല എന്നുള്ള ഗിൽട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഇനി മുന്നോട്ട് നിങ്ങൾ ശ്രമിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അത് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും സക്സസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ബ്ലെസ്സിങ്സ് വരും തീർച്ചയായിട്ടും. ഓക്കെ, സോ ഇതൊക്കെ ഇന്നത്തെ റീഡിങ്. നമുക്ക് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.